പൊതുവെ ജാതിമത വർണ്ണ വിവേചനങ്ങൾക്കെതിരാണ് സിപിഎമ്മുകാർ എന്നാണ് വയ്പ്. എന്നാൽ വോട്ടിനു വേണ്ടി പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മാറ്റിപ്പിടിക്കാനും അവർക്ക് മടിയില്ല. സിപിഎമ്മിനൊപ്പം ഏത് വർഗീയ തീവ്രവാദ പാർട്ടി ചേർന്നാലും അവർ പുണ്യാളന്മാരായിരിക്കും. അല്ലെങ്കിൽ സിപിഎംകാർ അവരെ അതാക്കും. തീവ്ര വർഗീയ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന PDP നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. മറ്റൊരു മുസ്ലിം പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കാനും തീരുമാനിച്ചു. ഈ പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ചർച്ചയാവുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി UDF മുന്നിൽ കാണുന്നു. അതുകൊണ്ടാണ് അപകടകരമായ കൂട്ടുകെട്ട് അവർ സ്വീകരിച്ചത്. ഇതിന് നിലമ്പൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും UDFിലെ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ല. അതിൽ ഒരു സംശയവും വേണ്ട. ജമാഅത്തെ ഇസ്ലാമി ലോകമെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. RSS പോലെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണവർ. ആ നിലപാടല്ല PDPക്കുള്ളത്. കേരളത്തെ സംബന്ധിച്ച് PDP പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. ഇതാണ് MV ഗോവിന്ദന്റെ പക്ഷം. അതേസമയം വെൽഫെയർ പാർട്ടിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാകും സീറ്റ് നൽകുക. നിലമ്പൂരിലെ പിന്തുണയ്ക്ക് പ്രത്യുപകാരമായാണ് UDF സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് സീറ്റിൽ പൊതു സ്വതന്ത്രൻ എന്ന ലേബലിലായിരിക്കും ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുക. കോൺഗ്രസ് ലീഗ് നേതൃത്വവും വെൽഫെയർ പാർട്ടി നേതാക്കളും 3 വട്ടം ചർച്ച നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ നടന്നത്. ഇതേ തുടർന്നായിരുന്നു തീരുമാനം വന്നത്.